ഹായ് ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മൈസൂർ ചാമുണ്ടി ഹില്ലിൽ പോയ വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേന് അമ്പലത്തിലെത്തി. ഇതൊരു വൈകിട്ട് 5:30 സമയത്തേ ഉള്ള വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോകുന്ന വഴിയാണിത്. അപ്പം അവിടെ ഒരു 6 മണിയാകുമ്പോൾ അമ്പലം അടയ്ക്കുമായിരുന്നു ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് തൊഴാൻ പറ്റി. അപ്പം ഇതവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അന്ന് അത്ര തിരക്കില്ലായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ വെളിയിലുള്ള ഏരിയാസാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ അമ്പലത്തിൽ തൊഴുതിന് ശേഷം ചുറ്റും അമ്പലത്തിൻ്റെ സ്ഥലമെല്ലാം നമ്മൾ ഒരു വട്ടം പ്രദക്ഷിണം വെച്ചു. ഇത് അവിടുത്തെ കാഴ്ചകളാണ്. ഈ ഗോപുരങ്ങളെല്ലാം പാറയിലാണ് പണിഞ്ഞേക്കുന്നത്. ഇത് അവിടുത്തെ ഫ്രണ്ട് ഗണപതിയുടെ ആ ഒരു വിഗ്രഹം ഉള്ള ഇതാണ്. മെയിൻ എൻട്രൻസ് അതുവഴിയാണ്. പിന്നെ അവിടെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തൊഴാൻ പറ്റും. അധികം ക്യൂ കാണില്ല. ശനി ഞായറും ആയിരിക്കും തിരക്ക് കൂടുതൽ, ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നത്. ഇതവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ആ മണ്ഡപത്തിൽ കയറിയിരിക്കാം. പിന്നെ ഇത് അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആയിട്ട് കിടന്ന കാഴ്ചകളാണ്. അവിടുത്തെ വീടുകളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വെൽക്കം ടു ചാമുണ്ടി ഹിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോപുരം ഫുള്ള് പാറയിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ മൈസൂർ ഫുള്ള് നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. ഞാൻ മൈസൂർ അമൃതയിലാണ് വർക്ക് ചെയ്യുന്നത്, അമൃത കോളേജിൽ. അപ്പം അവിടെ വർക്ക് ചെയ്യുമ്പം പോയതാണ്. നമ്മുടെ കോളേജിൽ നിന്നാലും ഈ ഗോപുരങ്ങളൊക്കെ കാണാൻ പറ്റും. അന്ന് അത്ര തിരക്കില്ലായിരുന്നു ആ ഒരു സമയമായപ്പോൾ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു സിംഹമാണെന്ന് തോന്നുന്നു. ദേവിയുടെ വാഹനമായിട്ടുള്ള ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് പുറത്താണ് വെച്ചേക്കുന്നത്. ഇനി അതായത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാറി കാണുന്ന ഒരു ക്ഷേത്രമാണ്. ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. തുറന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്ഷേത്രവും കണ്ട്. എന്താണെന്ന് അറിയില്ല, നമ്മൾ കയറിയില്ല. ഇതതിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് കാണുന്ന വീണ്ടും കടകളുമൊക്കെയാണ്. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ ചെറിയ അമ്പലങ്ങളും ഉണ്ട്. അവിടെ ഒന്നും കയറിയില്ല. അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു ആ ഒരു സമയത്ത്. ഇതതിൻ്റെ മതിലാണ്, അമ്പലത്തിൻ്റെ മതിലാണ്. പിന്നെ സ്റ്റെപ്പ്, അവിടെ സൈഡിലേക്കുള്ള സ്റ്റെപ്പ്. ഇനി അവിടെ കാണുന്ന ആ ഒരു വെള്ള കളറിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതെന്ന് പറയുന്നത് അത് പണ്ട് രാജാവ് അമ്പലത്തിൽ വരുമ്പോൾ താമസിച്ചിരുന്ന ചെറിയൊരു കൊട്ടാരം പോലത്തെ ഇതായിരുന്നു മൈസൂർ രാജാവ്. നമ്മളിനി മൈസൂർ പാലസിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറേ സ്ഥലം, ഫ്രീ ആയിട്ടുള്ള സ്ഥലം കിടപ്പുണ്ട് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത്. ഇത് അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ ആണ്, പുറത്തു നിന്നുള്ള വ്യൂ. വൈകിട്ട് ആ ഒരു സമയത്ത് ഫ്രീ ആണ്. നമ്മൾ ഫുള്ള് അവിടെ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് തൊഴാൻ പറ്റും. ഇത് അവിടുത്തെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് വഴി കയറി വരുന്ന ആൾക്കാർ ഇതുവഴിയാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു കുങ്കുമൊക്കെ ഇടാറുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പം. താഴെ നിന്ന് നമ്മൾ കാറിലാണ് പോയത്, അല്ലാതെ KSRTC ബസ്സും അവൈലബിൾ ആണ്. ഇതവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് അമ്പലത്തിൽ. അതായത് ഈ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ആ ഒരു ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് KSRTC വഴിയും നമുക്ക് ഈ അമ്പലത്തിലെത്താം. ഇതതിൻ്റെ പരിസരമാണ്. പിന്നെ അവിടെ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പോകുന്നൊരു ഈ പ്രതിമ അതിൻ്റെ തൊട്ടമ്പലത്തിൻ്റെ കുറച്ച് താഴെയായിട്ട് മാറിയിട്ടാണ്. എല്ലാ ടൂറിസ്റ്റ് ആൾക്കാരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഇതേതൊരു അസുരനാണ്. ഇതതിനെ ചുറ്റും കാണുന്ന കടകളാണ്. പാനിപ്പൂരി, ബേൽപൂരി അങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ കരിമ്പിൻ ജ്യൂസ്, പിന്നെ കുറേ ഫുഡ്സ്, ഗോബി അങ്ങനെയുള്ളത്, പിന്നെ സ്നാക്സ്, പിന്നെ കുറേ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാവകൾ, അങ്ങനെയുള്ള ഐറ്റംസ്, അതെല്ലാമാണ് ആ ഒരു വഴി. അതായത് നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലത്ത് കാണുന്നത്. ബാഗൊക്കെ അത്യാവശ്യം വിലക്കുറവാണ് അവിടെ. പിന്നെ കുറേ ആനകളും അങ്ങനെ ചെറിയ സാധനങ്ങളും
നമ്മൾ റേറ്റ് അത്യാവശ്യം ആദ്യം ഒരു 200 പറഞ്ഞാലും നമ്മളത് വില പറഞ്ഞ് ഒരു 100 രൂപയ്ക്ക് ഒക്കെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ. ദേവിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അത് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉള്ള ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കുറേ ഈ ചെറിയ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മളിനി കാർ പാർക്കിങ്ങിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയ. കാർ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മളതിൻ്റെ മുകളിലായിട്ടാണ് കാർ പാർക്ക് ചെയ്തിരുന്നത്. ഇത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കാർ പാർക്കിംഗ് ഏരിയയുടെ അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. അതായത് അവിടെ ഒരു തടാകം പോലെ ഒരു സാധനം കാണാൻ പറ്റും. അപ്പം അത് കുറച്ച് മേളിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ ആണിത്. ആ കാണുന്ന വെള്ള ഒരു ഇത് കണ്ടോ, അതെന്ന് പറയുന്നത് രാജാവ് അമ്പലത്തിൽ തൊഴാൻ വരുമ്പം താമസിക്കുന്ന ഒരു കൊട്ടാരമായിരുന്നു പണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ വേസ്റ്റൊക്കെ കത്തിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. കൊച്ചു കൊച്ചു വീടുകളാണ്, പക്ഷേ എല്ലാ വീടുകളും അവിടെ അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇതാണ് ഈ കർണാടകയിൽ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാറെടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ് വീട്ടിലേക്ക്. നമ്മളപ്പോൾ മൈസൂർ ആ ഒരു ചാമുണ്ഡി ഹില്ലിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ആ ഒരു വഴിയാണ്, പുറത്തേക്കുള്ള വഴിയാണ്. അപ്പം ഈ അമ്പലത്തിൽ വരണമെങ്കിൽ നമുക്ക് ഇപ്പം സിറ്റി ബസ് സ്റ്റാൻഡ് KSRTC കർണാടക ബസ് സ്റ്റാൻഡിൽ വന്നാലും മതി, മൈസൂർ. അവിടെ നിന്ന് ചാമുണ്ഡി ഹില്ലിലേക്കുള്ള ബസ്സുണ്ട്. ഇതാണ് കർണാടക KSRTC ബസ് അമ്പലത്തിൻ്റെ വാതിൽക്കൽ കൂടെ ഉണ്ട്. അപ്പം ഈ ബസ്സിൽ ലേഡീസിനെല്ലാം ഫ്രീ ആണ്. അവിടെ വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതൊരു സമയം ഒരു 6-6:15 കാണും. അമ്പലത്തിന് ആ പോകുന്ന വഴിയിലേക്കുള്ള കാഴ്ചകളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക. ഞാൻ വോയിസ് പിന്നെ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നീ പറയാനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സോറി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ആ ഒരു മൈസൂർ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് ആ മൈസൂരിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള്, അതായത് മൈസൂർ പാലസ് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ ആ ഒരു വലിയ വലിയ ഹോസ്പിറ്റൽ, കോളേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ സൂ കാണാൻ പറ്റും. ആ ഒരു വലിയൊരു ഗ്രീൻ ഏരിയ ഉണ്ട്. അതവിടെ കുതിരകളുടെ കുതിരകളുടെ ഓട്ടോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അതൊക്കെ എല്ലാം നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. അതൊരു വ്യൂ പോയിൻ്റ് ആണ്. കണ്ട, അതൊരു വലിയ ഹോട്ടലാണ് ഇവിടുത്തെ. ആ കാണുന്നതാണ് മൈസൂർ പാലസ്. എൻ്റയർ മൈസൂർ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട്. സ്റ്റെതസ്കോപ്പിലൂടെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഇതാണ് ആ പോയിന്റ്. ആ ഏരിയയൊക്കെ എന്തൊരു വലുതാണെന്ന് നമുക്ക് അവിടെ വന്നാൽ അറിയാൻ പറ്റും.
ഇതാണ് ആ വ്യൂ പോയിന്റ്. അതിന് ചുറ്റും ഫുള്ള് കാടാണ്. ആ ഒരു പരിസരത്തിന് ചുറ്റും ഫുള്ള് കാടാണ്. പുലിയൊക്കെ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ചില സ്ഥലങ്ങൾ അവിടെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് എന്താണ് കുറച്ച് മുൻകരുതൽ എടുത്തിട്ട് പോവുക. നമ്മളവിടെ നിന്ന് തിരിച്ചു. റോഡുകൾ കുറച്ച് വളവുകളും തിരിവുകളും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പോകണം ആ റോഡിൽ. ഇടയ്ക്കൊന്ന് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 6:30 ആയപ്പം നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും കുറേ മതിലുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ വരുവാണെങ്കിൽ എന്താണ് വണ്ടിയിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. KSRTC ആകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. പാറയാണ് ആ സൈഡിലും മതിലായിട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ മൈസൂർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് സെക്ഷനിൽ. ഏകദേശം നമ്മളൊരു അരമണിക്കൂർ എടുത്തു നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് അമ്പലത്തിലെത്താനും. പിന്നെ തൊഴാൻ അരമണിക്കൂർ എടുത്തു. പിന്നെ തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാനും ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു. മഴയുണ്ടായിരുന്നു അവസാനം വൈകിട്ട് ഒരു 6:30 ആയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. നമ്മളിനി മൈസൂർ പാലസിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും. പിന്നെ മൈസൂർ സൂവിൽ പോകുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു കുതിരയുടെ ഓട്ടം നടക്കുന്ന ഒരു വലിയൊരു സ്ഥലമുണ്ട്. നമ്മൾ ആ വീഡിയോ വ്യൂ പോയിന്റിനകത്ത് കാണിച്ചായിരുന്നല്ലോ, ഒരു വലിയൊരു പച്ച ഏരിയ. അപ്പോൾ അവിടെ പോയി വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡാമുണ്ട്, KRSO അങ്ങനെ ഒരു ഡാമുണ്ട്. ഈ കറക്റ്റ് പേരറിയില്ല, കേട്ടതേ ഉള്ളൂ. അപ്പോൾ അവിടെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട്. അത് ഈവനിങ് ആണ്. അപ്പോൾ അതും പോയി ഒരു വീഡിയോ എടുക്കണം. പിന്നെ അതിനുശേഷം ഇവിടെ പറ്റുന്ന സ്ഥലമൊക്കെ ഒന്ന് കവർ ചെയ്യണം. ഞാനിപ്പോൾ മൈസൂർ അമൃതയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ റിസൈൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 25-ാം തീയതിക്കുള്ളിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പം അതിനു മുമ്പ് മൈസൂർ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. എന്താണ് നിങ്ങൾക്ക് ഇനി ഇവിടെ കാണേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ അറിയപ്പെടുത്തണം. പിന്നെ ഇത് അതിൻ്റെ ഗേറ്റാണ്, അമ്പലത്തിൻ്റെ ആ മെയിൻ ഗേറ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് റോഡ് സൈഡിൽ കടകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ ചാറി തുടങ്ങി. നിങ്ങൾക്ക് കാറിൽ കാണാൻ പറ്റും. നല്ല ശക്തമായ മഴയായിരുന്നു. ഏതൊരു ഹോട്ടലാണ് അവിടുത്തെ. മൈസൂർ ഒരു റിച്ച് സിറ്റിയാണ്. നമ്മളവിടെ വന്ന് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവത്തുള്ളൂ. നല്ല അന്തരീക്ഷം, നല്ല കാലാവസ്ഥ, നല്ല ആൾക്കാരാണ് അവിടുത്തെ. പ്രത്യേകിച്ചും താഴെ സൈഡിൽ കാണുന്നൊരു അമ്പലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പശു അങ്ങനെയുള്ള ആട് അതിനെയൊന്നും കയറിൽ കെട്ടാറില്ല. എല്ലാത്തിനെയും തുറന്നു വിട്ടേക്കുവാണ്. അപ്പോൾ മഴ തുടങ്ങി. മഴയെന്ന് വെച്ചാൽ ശക്തമായ മഴയാണ് ഇവിടെ പെയ്യുന്നത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അത് തോരാൻ പാടാം. പെയ്യുവാണെങ്കിൽ നല്ല മഴയായിരിക്കും പെയ്യുന്നത്. റോഡ് ഫുള്ള് വെള്ളം, നമുക്ക് നടക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ പക്ഷേ അന്ന് നനയേണ്ടി വന്നു. കാരണം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് കാറ് ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഫുള്ള് നനഞ്ഞു. ഫോൺ ഉൾപ്പെടെ നനഞ്ഞു ആ ദിവസം.
അപ്പം ഞങ്ങൾ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ മഴ കാരണം ക്ലിയർ ആവുന്നില്ല. ഇത് ആ സൂവിൻ്റെ ഒരു ഏരിയ ആണ്. ആ ഒരു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മൈസൂർ സൂവിൻ്റെ ഒരു ഏരിയ ആണ്. നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ടില്ലായിരുന്നു ആ ഒരു ഏരിയ. ഇതവിടുത്തെ ഒരു വലിയ ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ബോർഡെല്ലാം കന്നഡ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് അവരങ്ങനെ യൂസ് ചെയ്യാറില്ല, എല്ലാം കന്നഡയാണ്. പിന്നെ ചുരുക്കം ചില കടകളിൽ മാത്രമേ ഇംഗ്ലീഷിൽ എഴുതി വെക്കാറുള്ളൂ. അതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ 2 വർഷമായി, എന്നാലും കന്നഡ കുറച്ചേ അറിയത്തുള്ളൂ. കേൾക്കുമ്പോൾ മനസ്സിലാവുന്നല്ലാതെ പറയാനോ എഴുതാനൊന്നും അറിയില്ല. പഠിക്കുന്നുണ്ട് ചെറുതായിട്ട് അക്ഷരങ്ങളൊക്കെ. അതിന് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മിസ്സ്. പുള്ളിക്കാരി ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴുതി കുറേ വാക്കുകളൊക്കെ എഴുതി തന്നു. ഇനി പഠിക്കണം, പഠിച്ചിട്ട് ഇനി വായിക്കാൻ പഠിക്കണം. ഇതവിടുത്തെ റൂംസൊക്കെയാണ്. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തി. ആ ഒരു സ്ഥലമാണിത്. കൊട്ടാരത്തിൻ്റെ ആ സൈഡിൽ പോയാൽ ഈ ഒരു സമയത്ത് അവർ ലൈറ്റ് ഓൺ ചെയ്യും. ലൈറ്റ് ഓൺ ചെയ്താൽ ഫുള്ള് കൊട്ടാരത്തിൻ്റെ എല്ലാ ഏരിയയിലും ലൈറ്റ് ഓൺ ചെയ്യും. ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങളത് കാണണം കേട്ടോ. നേരത്തെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കൊട്ടാരത്തിൻ്റെ ഫുള്ള്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആ വീഡിയോസിലൊക്കെ. ഇതിപ്പം ജൂൺ മാസമാണ്, അതാണ് ഇത്ര ശക്തമായിട്ടുള്ള മഴ. അപ്പോൾ നമ്മളങ്ങനെ വീട് എത്താറാവുകയാണ്. അവിടുത്തെ റോഡൊക്കെ കണ്ടോ? നമ്മുടെ കേരളത്തിലെ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മൈസൂരിലെ റോഡൊക്കെ ഭയങ്കര വലുതാണ്, ഏരിയ കൂടുതലാണ്. പിന്നെ ഇവിടെ കുറേ ഫ്രീ പാർക്ക് ഉണ്ട്.